എ പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KTH Jewelry, Silver, Gold and Diamond, KNS Building near Grameen Bank, Agambadam. നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ മാപ്പ് പറയണമെന്ന് മുൻ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം നിലമ്പൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത്. തന്റെ കാലയളവിൽ ചെയർമാന്റെ ഔദ്യോഗിക വാഹനത്തിന് ഇന്ധനമടിച്ച വകയിൽ 1,89,280 രൂപ കുടിശ്ശിക വരുത്തിയെന്ന ആരോപണം തെറ്റാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ ധാർമ്മികപരമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാപ്പ് പറയാനുള്ള സാമാന്യ മര്യാദ നഗരസഭാ ചെയർപേഴ്സൺ കാണിക്കണമെന്നും മുൻ ചെയർമാൻ മാട്ടുമ്മൽ സലീം ആവശ്യപ്പെട്ടു. 83,442 രൂപ അടച്ചതോടെ പ്രശ്നങ്ങൾ തീർന്നോ എന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കണം. പാർട്ടി ബില്ലുകൾ ഓരോ മാസവും അടയ്ക്കാറുണ്ട്. ഇതറിയാതെ തന്നെയും LDFന്റെ ഭരണസമിതിയെയും ജനങ്ങൾക്ക് മുന്നിൽ അപമാനിക്കാൻ ചെയർപേഴ്സൺ മെനഞ്ഞെടുത്ത കള്ളപ്രചരണമാണ്. മുൻ ചെയർമാൻ ഔദ്യോഗിക വാഹനത്തിന് ഇന്ധനം അടിച്ചതിലൂടെ 1,89,280 രൂപയുടെ കുടിശ്ശിക വരുത്തിയെന്ന ആരോപണമുണ്ടായത്. ഇന്നലെ നടന്ന നഗരസഭാ ബോർഡ് യോഗത്തിൽ തന്നെ ഇക്കാര്യം പൊള്ളയാണെന്നത് വ്യക്തമായിട്ടുണ്ട്. എന്റെ സുഹൃത്തുക്കളായ പത്രസാരഥികളോട് പറഞ്ഞു, ഇത് പച്ചക്കള്ളം പ്രചരിപ്പിക്കണം. ഇത് നമ്മുടെ നാടിന് അപമാനകരമായ ഒരു പ്രവർത്തനമാണ് ബഹുമാനിയായ നിലമ്പൂർ മുനിസിപ്പൽ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ചെയ്യുന്നത്. വളരെ സത്യസന്ധമായിട്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 5 വർഷവും നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാം കൂടെ വോട്ട് വാങ്ങി ഇടതുപക്ഷത്തെ ജയിപ്പിച്ചു എന്നുള്ള നല്ല രീതിയിലാണ് ആ 5 വർഷവും നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ. ആ 5 വർഷത്തിനിടയ്ക്ക് ഇതിന് മുമ്പത്തെ ചെയർപേഴ്സൺ ആയിരുന്നു ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ഒരു പ്രാവശ്യം പോലും നിങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള രേഖ ഞാൻ കൊടുത്തിട്ടില്ല. അപ്പൊ ഇപ്പൊ ഞാൻ നിങ്ങളെ കാണാൻ വന്നത് ഈ കഴിഞ്ഞ ദിവസം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ കൗൺസിൽ യോഗം ഉണ്ടായിരുന്നു. ഈ കൗൺസിൽ യോഗത്തിന്റെ 5ാമത്തെ അജണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കും, നിങ്ങളെല്ലാവരും കണ്ടിരിക്കുന്നതിനെ മനസ്സിലാക്കും. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് കൗൺസിൽ ചർച്ച ചെയ്തു. കൗൺസിലേക്ക് വരികയാണ് സാധൂകരണത്തിൽ. ഇത്രയും ഒരു വലിയ അഴിമതി സാധൂകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കി? ചെയർമാൻ അഴിമതി നടത്തി എന്ന് പറഞ്ഞിട്ടാണല്ലോ ബഹുമാനപ്പെട്ട ഓട്ടോറിക്ഷയിൽ പോയത്. അത് സാധൂകരിക്കാൻ വരുമ്പോൾ നിങ്ങളെന്ന് മനസ്സിലാക്കി ഈ ചെയർപേഴ്സൺ ഈ അഴിമതിക്ക് കൂട്ടുന്നല്ല മനസ്സിലാക്കേണ്ടത്. 1,89,000 രൂപ ഉണ്ട് എന്ന് പറഞ്ഞത് 2 ബില്ലുകളിലായി നിങ്ങൾ കണ്ട് 40,000 43,000 മറ്റോ ആണ് ആ ബില്ലുകളുള്ളത്. അത് ഞാൻ ആ 10-ാം തീയതി ഉള്ള പത്രസമ്മേളനത്തിലും പറഞ്ഞു. കാരണം ഇങ്ങനെയാണ് ആ ബില്ലുകൾ സാധാരണഗതിയിൽ വരാറ്. അതങ്ങനെ കൊടുത്തുപോവുകയാണ് ചെയ്യും. അപ്പൊ ഈ നാട്ടിലെ ജനങ്ങളെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ജനസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച ചെയർപേഴ്സൺ ഈ സംഗതിക്ക് മാപ്പ് പറയണം. നമുക്ക് പറയാം, കുറച്ചെങ്കിലും അതിൻ്റെ മുഖത്ത് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ആത്മാർത്ഥതയും ചെറിയ ഒരു എന്താ പറയാ അതിന് പറയാൻ എനിക്കറിയില്ല അതുണ്ടെങ്കിൽ അവര് ഈ സമൂഹത്തിനോട് മാപ്പ് പറയും, നാട്ടുകാരോട് മാപ്പ് പറയും. ഭിന്നശേഷി കുട്ടികൾക്കുള്ള ഫിസിയോതെറാപ്പി സെന്റർ അടച്ചതാണ് പുതിയ ഭരണസമിതിയുടെയും ചെയർപേഴ്സന്റെയും നേട്ടം. 100 കണക്കിന് ഭിന്നശേഷിക്കാർക്ക് സൗജന്യമായി ലഭിച്ചിരുന്ന സൗകര്യമാണ് ഇതോടെ ഇല്ലാതായത്. നഗരസഭാ പരിധിയിലെ വയോജന കേന്ദ്രങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമവും തുടങ്ങിക്കഴിഞ്ഞു. ഈ മുനിസിപ്പാലിറ്റി അധികാരത്തിൽ വന്നതിന് ശേഷം കൂട്ടിയതാണ് നമ്മുടെ ഭിന്നശേഷി ഫിസിയോതെറാപ്പി സെന്റർ. നമ്മുടെ മുനിസിപ്പാലിറ്റി കേരളത്തിൽ ആദ്യമായ മുനിസിപ്പാലിറ്റിക്ക് ഭിന്നശേഷി അവാർഡ് കിട്ടിയ മുനിസിപ്പാലിറ്റി. ചെയർപേഴ്സന്റെ പെരുമാറ്റ ദൂഷ്യം കൊണ്ട് നമുക്കറിയാം നമ്മുടെ മുനിസിപ്പൽ സെക്രട്ടറി ലീവ് എടുത്തു പോയിട്ട് കാലം കൂടി അവർ തമ്മിലുള്ള ചർച്ചയില്ലായ്മയാണോ എന്താണെന്നുള്ളത് നമുക്കറിയാം. ചോദിച്ചാൽ മനസ്സിലാവും. അയാൾ ലീവ് എടുത്തു പോയത്. അതേപോലെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഫിസിയോതെറാപ്പി സെന്ററിൽ വർക്ക് ചെയ്യുന്നവരോട് മോശമായി പെരുമാറിയതിന്റെ അടിസ്ഥാനത്തിൽ അവരാ ജോലി നിർത്തി. സൂപ്രണ്ടുമായും അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി ഞാൻ ബന്ധപ്പെട്ടപ്പോൾ ഉടനെ തന്നെ ഫിസിയോതെറാപ്പി ആള് വേണ്ടിയിട്ട് ഇന്റർവ്യൂ വിളിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടൊന്നുമില്ല. അവർ തീരുമാനിച്ച് ഇന്റർവ്യൂ നടന്നിട്ട് ഒരാഴ്ചയായി. ശരിക്കും ഇന്റർവ്യൂ നടന്നിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ അജണ്ടയിൽ അതിന് ആളെ വെക്കണം. ഇന്റർവ്യൂ കഴിഞ്ഞാൽ ആ ആളെ ഈ പിറ്റത്തെ അജണ്ടയിലാണ് വരിക, കൗൺസിലാണ് വരിക. അങ്ങനെ ഇന്റർവ്യൂ നടന്ന് ഇത്ര കൂടുതൽ മാർക്ക് കിട്ടിയ ആളെ നിയമിക്കുന്നു. ഇതുവരെ അത് വന്നു.
ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം വൈകുന്നത് UDF ഭരണസമിതിയുടെ കാലത്ത് തയ്യാറാക്കിയ DPR നിലനിൽക്കെ അത് അടിച്ചെടുത്ത് പുതിയ DPR തയ്യാറാക്കിയതാണെന്ന ചെയർപേഴ്സന്റെ ആരോപണം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ബസ് സ്റ്റാൻഡ് പൊളിച്ചതാരായിരുന്നു എന്നതായിരുന്നു മറുചോദ്യം. നിലവിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം തുടങ്ങാൻ തടസ്സമില്ല. എന്നാൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം വൈകിപ്പിക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നും മട്ടുമ്മൽ സലീം ആരോപിച്ചു. സംഗതി കഴിഞ്ഞു, അത് ടെൻഡർ നടപടികൾ കഴിഞ്ഞു, ഒരു കമ്പനി ടെൻഡർ എടുത്തൊരു സംഭവമാണ്. ഓലെ അഗ്രിമെന്റ് ചെയ്ത് അതിന്റെ ബാക്കിയുള്ള പ്രോസസ്സാണ് നടക്കേണ്ടത്. അത് ഏതും അങ്ങനെ തന്നെ. ഇപ്പൊ നമ്മളെ അതെ 1 കോടി രൂപ മുനിസിപ്പാലിറ്റിന്റെ ഫണ്ടെന്നും 5 കോടി രൂപ KURDFC ലോൺ. അതാണ് ഞാൻ പറഞ്ഞ സമയത്ത് പറഞ്ഞത്. നമുക്ക് ആ വർക്ക് തുടങ്ങാൻ നമ്മൾ ഈ 1 കോടി രൂപ മതി. ഇപ്പത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ 1 കോടി രൂപ മതി. അത് അഗ്രിമെന്റ് വെച്ച് അയാളെ കൊണ്ട് അഗ്രിമെന്റ് വെച്ച് ടെൻഡർ എടുത്ത ആളെ കൊണ്ട് അഗ്രിമെന്റ് വെച്ച് മുന്നോട്ട് പോകേണ്ട കാര്യമുള്ളൂ ഇപ്പത്തെ സാധാരണഗതിയിൽ. അപ്പം ഒരു ഭരണസമിതി ആകുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ബംഗ്ലാർ റോഡിൽ വന്നിട്ട് ഡാൻസ് എടുക്കുന്നുണ്ട്. ബംഗ്ലാർ റോഡിലെ ആ ഒരു മെമ്പർ പറഞ്ഞിട്ട് ഞാൻ കത്ത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇപ്പത്. കത്ത് കൊടുക്കാൻ പോലും ലെറ്റർ ബോർഡും കൂടി ഇതുവരെ കിട്ടില്ല, മുനിസിപ്പാലിറ്റി അടിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിലവിലെ ചെയർപേഴ്സൺ മുൻ ചെയർപേഴ്സൺ ആയിരുന്ന സമയത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ പോലും അറിയാതെയാണ് പല തീരുമാനങ്ങളും എടുത്തിരുന്നത്. അതിനാൽ തന്നെ സീനിയർ അംഗങ്ങളിൽ പലരും ഇക്കുറി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായില്ലെന്ന കാര്യവും ശ്രദ്ധിക്കേണ്ട വിഷയമാണെന്നും അദ്ദേഹം പറഞ്ഞു. LDF ഭരണസമിതിയുടെ നേട്ടങ്ങൾ ബോധപൂർവം കണ്ടില്ലെന്ന് നടിക്കാനുള്ള വ്യഗ്രതയാണ് ചെയർപേഴ്സൺ തനിക്കെതിരെയുള്ള ഇന്ധന അഴിമതി ആരോപണം ഉൾപ്പെടെ ഉന്നയിക്കുന്നതെന്നും മട്ടുമ്മൽ സലീം പറഞ്ഞു. A+ വിഷൻ, നിലമ്പൂർ. You were right, you were right, you were right. You were right, you were right, you were right. Don't wanna fight, fight, fight. Cause you were right, right, right. Fashion ranging from rupees 19 to rupees 999. Atlas Fashion, now at Minerva Padi, Nilambur.